23 വർഷം മുൻപ് അമ്പൂരിയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ ഓർമ്മകൾ, അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഇന്നും ആ നാടിന്റെ മനസ്സിൽ നിന്ന് ഈ ഓർമ്മകൾ മാഞ്ഞിട്ടില്ല. പൊട്ടിയൊലിച്ചു വന്ന ദുരന്തത്തിൽ നിന്ന് അധികമാരും അതിജീവിച്ചില്ലെങ്കിലും ബാക്കിയായ കുടുംബങ്ങൾ ഇന്നും ദുരിതത്തിൽ തന്നെയാണ് കഴിയുന്നത്. അതീവ ഉരുൾപൊട്ടൽ സാധ്യത മേഖലയായ പ്രദേശത്ത് വേണ്ട രീതിയിലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒന്നും നിലവിലില്ല എന്ന് നാട്ടുകാർ പറയുന്നു. ഇതാണ് തിരുവനന്തപുരം അമ്പൂരി പഞ്ചായത്തിലെ കുരിശുമല. ജില്ലയിലെ തന്നെ ഏറ്റവും അപകടകരമായ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖല. 2001 നവംബർ 9 വെള്ളിയാഴ്ച. അന്നാണ് കുരിശുമലയിൽ ഉരുൾപൊട്ടിയത്. കൊടും മഴയത്ത് ഉറങ്ങിക്കിടന്ന 8ഓളം കുടുംബങ്ങൾ വീടോടെ ഒലിച്ചുപോയി. കർഷകനായിരുന്ന CD തോമസിന്റെ വീട്ടിൽ പിറ്റേന്ന് മനസ്സമ്മതം. ചടങ്ങിന് തലേന്ന് തന്നെ എത്തിയ ബന്ധുക്കളും ഉരുളിൽ കൊല്ലപ്പെട്ടു. തോമസ് മാത്രം കുടുംബത്തിൽ ഒറ്റയ്ക്കായി. അശോകന്റെ വീട്ടിൽ 7 പേരുണ്ടായിരുന്നു, 7 പേരും മരിച്ചു. അതിൻ്റെ തൊട്ട് താഴെ ടൈറ്റസ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ 4 പേരുണ്ടായിരുന്നു, 4 മരിച്ചു. അതിൻ്റെ കഴിഞ്ഞ് ഒരു ത്രസ്യാച്ചേടത്തിൽ നിന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അവരും മരിച്ചു. പിന്നെ എൻ്റെ വീട്. തങ്കരാജ് ദുരന്തത്തിൽ ബാക്കിയായ ഒരാൾ മാത്രമാണ്. 23 വർഷങ്ങൾക്ക് മുൻപ് നാട്ടുകാർ നിർമ്മിച്ചു നൽകിയ തകരാറായ വീട്ടിലാണ് ഇവരുടെ താമസം. വീടിരിക്കുന്നത് മുൻപത്തേക്കാൾ അപകടകരമായ അവസ്ഥയിൽ. നമ്മൾ ഈ വീട്ടിൽ തന്നെ താമസം. ഇതെല്ലാം ഇടിഞ്ഞു പോയി, എല്ലാം. ഇപ്പം കിടക്കണടുത്ത് ഇനിയും കേട്ട് കിടക്കണം. ഇപ്പോഴും താമസിക്കണേ, ചുവന്നൊലിച്ച് കിടക്കാൻ വയ്യ. പാത്രങ്ങൾ പറക്കി വെച്ചാണ് നമ്മളവിടെ കിടക്കുന്നത്. മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അഭാവത്തിൽ കുരിശുമലയിൽ ജീവിക്കുന്നവരുടെ ഉള്ളിൽ ആദിയുണ്ട്. മഴ തോരാത്ത രാത്രികളിൽ കുരിശുമലക്കാരുടെ ഉള്ളിൽ ഒരാശങ്ക ഇരമ്പാറുണ്ട്. 23 വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റ രാത്രിയിൽ തങ്ങളുടെ കൂടപ്പിറപ്പുകൾ കുത്തിയൊലിച്ചുപോയ രാത്രിയുടെ ഓർമ്മ. സാദിഖ് പാറക്കലിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, തിരുവനന്തപുരം.